ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനിച്ച നാളുകൾ അതായത് ജന്മനക്ഷത്രം എല്ലാവർക്കും ഉണ്ടാകും. മലയാളത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുണ്ട്. ജനിച്ച സമയം അടിസ്ഥാനപ്പെടുത്തി നാളുകൾ തിട്ടപ്പെടുത്തുന്നു. ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 നാളുകൾ വന്നേക്കാം. ജനിച്ച സമയപ്രകാരം അപ്പോൾ നാളുകൾ കണക്കാക്കുക. നാൾ പ്രകാരം നമുക്ക് ദോഷങ്ങളും നല്ല ഫലങ്ങളുമെല്ലാം വരുത്തും. നാൾ പ്രകാരമുള്ള ദോഷങ്ങൾ മാറ്റാൻ പല വഴികളും ജ്യോതിഷത്തിൽ പറയുന്നുമുണ്ട്. ഓരോ നാളിനും ഇത്തരം ഫലങ്ങൾ വ്യത്യസ്തവുമായിരിക്കും. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് ദോഷം മാറാൻ ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാർ ദോഷങ്ങൾ തീർക്കാൻ ഗണപതിയെ പ്രസാദിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്കപ്പിറന്നാൾ ദിവസം ഗണപതി ഹോമം നടത്താം. അശ്വതി, മൂലം, മകം എന്നീ നാളുകൾ വരുമ്പോൾ ഇതേ ദിവസം ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം അശ്വതി നക്ഷത്രം വന്നാൽ അന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പോകുന്നത് നല്ലതാണ്. ദുർഗ, സുബ്രഹ്മണ്യ, ഗണപതി മന്ത്രങ്ങൾ ഉരുവിടുന്നത് നല്ലതാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇതേ നക്ഷത്രത്തിലും പൂരം, പൂരാടം നക്ഷത്രത്തിലും ഭഗവതി ക്ഷേത്രത്തിൽ പോയി കടും പായസം വഴിപാട് നടത്തുന്നത് നല്ലതാണ്. കാർത്തികക്കാർ സൂര്യനെയും ശിവനെയും നിത്യേന നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. ഞായറാഴ്ച ദിവസം കാർത്തിക വന്നാൽ അന്ന് വ്രതം നോൽക്കുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും ധാരയും കൂവളമാല വഴിപാടും നല്ലതാണ്. ഇതേ നാളിലും അനുജന്മ നക്ഷത്രങ്ങളായ ഉത്രം, ഉത്രാടം ദിവസങ്ങളിലും ശിവക്ഷേത്ര ദർശനം ഏറെ നല്ലതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്ര ദേവി പ്രീതി അത്യാവശ്യമാണ്. തിങ്കളാഴ്ച വ്രതം ഏറെ നല്ലതാണ്. എല്ലാ തിങ്കളാഴ്ചയും സാധിക്കില്ലെങ്കിലും രോഹിണിയും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്രതമെടുക്കുക. ഇതുപോലെ പൗർണമി ദിവസത്തിനും ഇതേ ദിവസത്തിലും അത്തം, തിരുവോണം നക്ഷത്രത്തിലും ദേവീ ക്ഷേത്രങ്ങളിൽ അർച്ചന, കടുംപായസ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. മകേരം നക്ഷത്രക്കാർ ചൊവ്വാഴ്ചയും ചൊവ്വയുടെ ദേവതകളായ ഭദ്രകാളിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും നിത്യവും പ്രാർത്ഥിക്കുക. ഷഷ്ഠി വ്രതവും പൗർണമി വ്രതവും നല്ലതാണ്. മകേരം, അവിട്ടം, ചിത്രര നക്ഷത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക. തിരുവാതിരക്കാർ തിങ്കളാഴ്ച വ്രതം നോൽക്കുന്നത് ഏറെ നല്ലതാണ്. ശിവപ്രീതി വരുത്തുന്നത് പ്രാധാന്യം. പക്കപ്പിറന്നാളിന് ശിവക്ഷേത്രത്തിൽ ധാര കഴിപ്പിക്കാം. സർപ്പങ്ങളെ പ്രസാദിപ്പിക്കാനായി 100 പാലും കഴിക്കാം. സർപ്പപ്രീതിക്കായി മന്ത്രങ്ങൾ ഉരുവിടുന്നതും നല്ലതാണ്. പുണർദം നക്ഷത്രക്കാർ വിഷ്ണു പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. വിഷ്ണു ക്ഷേത്ര, കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക. വെണ്ണ, പാൽപായസം, തുളസിമാല വഴിപാടുകളും ഏറെ നല്ലതാണ്. പക്കപ്പിറന്നാളിന് ശ്രീരാമ പ്രതിഷ്ഠയുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല, നെയ്വിളക്ക് വഴിപാടുകളും ഏറെ നല്ലതാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ നവഗ്രഹ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ശനി പ്രീതി വരുത്തുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയം, ശാസ്ത്രാവിന് നീരാഞ്ജനം വഴിപാടുകൾ ഏറെ നല്ലതാണ്. അനിഴം, ഉത്രട്ടാതി, പൂയം നക്ഷത്രങ്ങളിലും സ്വന്തം നാളിലുമാണ് ക്ഷേത്ര ദർശനം കൂടുതൽ നല്ലത്. ആയില്യം നക്ഷത്രം സർപ്പത്തിന്റെ നാളാണെന്നാണ് പറയുക. ഈ നാളിൽ ജനിച്ചവർ സർപ്പപ്രീതി വരുത്താൻ നാൾ തോറും 100 പാലും വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. ഈ നക്ഷത്രത്തിലും തൃക്കേട്ട, രേവതി നാളുകളിലും സർപ്പക്ഷേത്ര ദർശനം നല്ലതാണ്. പക്കപ്പിറന്നാളിന് കൃഷ്ണക്ഷേത്ര ദർശനവും ഏറെ നല്ലതാണ്. മകം നാളുകാർ ഗണപതിയെ പ്രസാദിപ്പിക്കുക. പക്കപ്പിറന്നാളിന് ഗണപതി ഹോമം നല്ലത്. കരം, അശ്വതി, മൂലം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. ഗണപതിയെ ദിവസവും ഭജിക്കുക. പൂരം നക്ഷത്രത്തിൽ ഉള്ളവർ ദേവി പ്രീതിക്കായി പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നത് ഏറെ നല്ലതാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീ ദർശനം നല്ലതാണ്. ഈ ദിവസങ്ങളിൽ ലളിതാ സഹസ്ര നാമജപവും ഉത്തമം. പൂരം, പൂരാടം, ഭരണി നാളിൽ ലക്ഷ്മി പൂജ നല്ലതാണ്. ഉത്രം ശാസ്ത്രാവിന്റെ നാളാണ്. ഇവർ ശാസ്ത്രാപ്രീതി വരുത്തുക. ഈ നക്ഷത്രത്തിൽ അന്നദാനം, ശാസ്ത്രാവിന് നീരാഞ്ജനം എന്നിവ നടത്തുന്നത് നല്ലതാണ്. ഉത്രം, ഉത്രാടം, കാർത്തിക നക്ഷത്രങ്ങളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം പ്രാധാന്യം.
അത്തം നക്ഷത്രക്കാർ ഗണപതി പ്രീതിക്കായി കറുകമാല സമർപ്പിക്കുന്നത് നല്ലതാണ്. ഗണപതി സൂര്യദേവ ഭജനം ഏറെ നല്ലതാണ്. ചിത്തിരക്കാർ ചൊവ്വയെ പ്രീതിപ്പെടുത്താനായി ഭദ്രകാളി, സുബ്രഹ്മണ്യൻ എന്നിവരെ പൂജിക്കുക. ചിത്തിര, അവിട്ടം, മകേരം ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം പുണ്യം. ഷഷ്ഠി വ്രതം, പൗർണമി വ്രതം എന്നിവയും ഏറെ പ്രാധാന്യമാണ്. ചോതി നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച വ്രതം നോറ്റ് ശിവപ്രീതി വരുത്തുന്നത് നല്ലതാണ്. ദിവസവും ശിവമന്ത്രാർച്ചന ദോഷം മാറ്റാൻ നല്ലതാണ്. പക്കപ്പിറന്നാളിന് ശിവക്ഷേത്രത്തിൽ ധാര, സർപ്പത്തിന് നൂറും പാലും എന്നിവ ദോഷം തീർക്കാൻ ഏറെ നല്ലതാണ്. ഡയമണ്ട് ധരിക്കുന്നതും നല്ലതാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് പൂരുരുട്ടാതി, പുണർദം, വിശാഖം നക്ഷത്രത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നല്ലതാണ്. നാളും ബുധനാഴ്ചയും ഒത്തുവരുന്ന ദിവസത്തിൽ വ്രതം നോൽക്കുക. ഈ നാളിൽ തുലാം രാശിക്കാർ ലക്ഷ്മിയെയും വൃശ്ചികക്കാർ ദുർഗയെയും സുബ്രഹ്മണ്യനെയും ഭജിക്കാം. അനിഴം നക്ഷത്രക്കാർ ശിവ, ശാസ്ത്രാവ്, ചൊവ്വ പ്രീതി വരുത്തുക. പക്കപ്പിറന്നാളിന് ശിവക്ഷേത്ര ദർശനം ഏറെ നല്ലതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ കൃഷ്ണനെ ഭജിക്കുന്നത് നല്ലതാണ്. ബുധനാഴ്ച വ്രതം നോറ്റ് വിഷ്ണു മന്ത്രം ജപിക്കുക. പക്കപ്പിറന്നാളിന് ദുർഗാ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം ഉത്തമം. മൂലം നക്ഷത്രക്കാർ ഗണപതി പ്രീതി വരുത്തുക. അശ്വതി, മകം, മൂലം നാളുകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം. മൂലം വ്യാഴാഴ്ച ഒത്തുവരുന്ന ദിവസങ്ങളിൽ വ്രതം നോറ്റ് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, തുളസിമാല വഴിപാടുകൾ കഴിക്കാം. വ്യാഴാഴ്ച ഭാഗ്യസൂക്തം നല്ലതാണ്. പൂരാടം നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിലും പൂരം, ഭരണി ദിവസങ്ങളിലും വിഷ്ണു, ലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ശുക്രഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക. ഉത്രാടം നക്ഷത്രക്കാർ സൂര്യനെ പ്രസാദിപ്പിക്കുക. ഞായറാഴ്ച ദിവസം സൂര്യനെയും ശിവനെയും ഒരുപോലെ പ്രസാദിപ്പിക്കുന്നത്, മന്ത്രം ജപിക്കുന്നത് ഏറെ നല്ലതാണ്. പക്കപ്പിറന്നാളിന് ശിവക്ഷേത്ര ദർശനം പ്രാധാന്യം. തിരുവോണം നക്ഷത്രക്കാർ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപായസവും തുളസിമാലയും വഴിപാടായി ചെയ്യുക. വ്യാഴാഴ്ച വ്രതം, വിഷ്ണു സഹസ്ര നാമാർച്ചന എന്നിവ പ്രാധാന്യമാണ്. അവിട്ടം നാളുകാർ ചൊവ്വാഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക. ഭദ്രകാളി, സുബ്രഹ്മണ്യ ഭജനം ഉത്തമം. ഈ നക്ഷത്രത്തിലും ചിത്തിര, മകീരം നക്ഷത്രത്തിലും ക്ഷേത്ര ദർശനം നല്ലത്. പൗർണമി, ഷഷ്ഠി വ്രതം ഗുണം ചെയ്യും. ചതയ നക്ഷത്രക്കാർ രാഹുവിനെ പ്രീതിപ്പെടുത്തുക. സർപ്പങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, നൂറും പാലും വഴിപാട് നടത്തുക. ശാസ്ത്രാവിന് നീരാഞ്ജനം ഏറെ നല്ലതാണ്. പൂരുരുട്ടാതിക്കാർ വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിക്കുക. പക്കപ്പിറന്നാളിന് വിഷ്ണു, കൃഷ്ണ ക്ഷേത്ര ദർശനം പ്രാധാന്യമാണ്. പാൽപായസം, തുളസിമാല, വെണ്ണ വഴിപാടുകൾ നടത്താം. വ്യാഴാഴ്ച വ്രതം നല്ലതാണ്. ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം പ്രാധാന്യം. ഉത്രാട്ടാധികാർ വിഷ്ണുവിനെ നിത്യവും ഭജിക്കുക. ശാസ്ത്രാവിന് നീരാഞ്ജനം, വിഷ്ണുവിന് പാൽപായസം എന്നിവ ഉത്തമമാണ്. പൂയം, ഉത്രട്ടാതി, അനിഴം നാളുകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നല്ലതാണ്. രേവതിക്കാർ ബുധനെ പ്രീതിപ്പെടുത്തുക. ബുധനാഴ്ചയും രേവതിയും ഒത്തുവരുന്ന ദിവസത്തിൽ വ്രതം നോൽക്കുക. ഇന്നേ ദിവസം കൃഷ്ണക്ഷേത്ര ദർശനം പ്രധാനപ്പെട്ടതാണ്. കണ്ണന് വെണ്ണ നിവേദ്യവും ഏറെ നല്ലതാണ്. ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.